Good morning. Okay. Hospital acquired infection. In our chapter, like okay, yes, screen on now. Okay. ഓക്കെ, അപ്പൊ അതില് നമ്മൾ എവിടെ വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്? പ്രിക്കോഷൻസ് ആണ് അല്ലെ? പ്രിവെൻഷൻ മെത്തേഡ്, എങ്ങനെ നമുക്ക് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, അതിന്റെ പ്രിവെന്റീവ് മെത്തേഡുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ? അതായത് സാനിറ്റേഷൻ പറഞ്ഞു, രണ്ടാമത്തെയാണ് ഒരു മെത്തേഡാണ് ഇത് സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളത്, സ്റ്റെറിലൈസേഷൻ. പിന്നെ മൂന്നാമത്തെയാണ് ഐസൊലേഷൻ. നെക്സ്റ്റ് നമുക്ക് പറഞ്ഞത് നാലാമത്തെ പോയിന്റ് ഹാൻഡ് വാഷിംഗ്. നെക്സ്റ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE അല്ലെ? നമ്മൾ ഇൻഫെക്ഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിക്കാം. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് എന്നുള്ളതൊക്കെ നോക്കി വെക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ ആറാമത്തെ പോയിന്റ് ആയിട്ട് അഡീഷണൽ പ്രിക്കോഷൻസ് പറഞ്ഞത് അല്ലെ? അതിൽ ഓരോന്നിനെ എയർബോൺ പ്രിക്കോഷൻസ്, എയറിക്കൂടെ ഇൻഫെക്ഷൻ വരുന്നത് അതിന് ഏത് രീതിയിൽ നമുക്ക് അത് വരാതിരിക്കാൻ നമുക്ക് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാൻ ഏതൊക്കെ രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുക്കാം? എയർബോൺ പ്രിക്കോഷൻസ്, പിന്നെ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ഈ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ആണ് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് ആണ് മൂന്നാമത്തെയാണ് കോണ്ടാക്ട് പ്രിക്കോഷൻസ്. ഇതെല്ലാം അഡീഷണൽ പ്രിക്കോഷൻസിൽ വരുന്നതാണ് കേട്ടോ. എയർബോൺ പ്രിക്കോഷൻസ്, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്, then contact precautions or isolation. Contact precautions or isolation. ഇനി അതിനകത്ത് നോക്കി എന്തൊക്കെയാണ് പറഞ്ഞത് നോക്കി. കോണ്ടാക്ട് പ്രിക്കോഷൻ ഓർ ഐസൊലേഷൻ. അപ്പൊ അത് നമുക്ക് എങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻ കോണ്ടാക്റ്റിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഈസ് അവൈലബിൾ. നമുക്ക് സാധ്യമാണെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിന് സെപ്പറേറ്റ് റൂം കൊടുക്കാം. അതാണ് ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഓർ ഐസൊലേഷനിൽ വരുന്നില്ല, സെപ്പറേറ്റ് റൂം പേഷ്യൻസിന് കൊടുക്കാം. അതാണ് സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഈസ് അവൈലബിൾ. നെക്സ്റ്റ് നോക്കിയേ, സ്റ്റാഫ് ഷുഡ് വിയർ gloves when they enter the room. Staff എന്ത് ധരിക്കണം? Staff should wear gloves. Staff ഗ്ലൗസുകൾ ധരിക്കണം. സ്റ്റാഫ് ഷുഡ് വിയർ ഗ്ലൗസ് when they enter the room. ആ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്റ്റാഫുകള് ഗ്ലൗസുകൾ ധരിക്കണം. ഉണ്ടോ? അപ്പൊ അതെന്നുവെച്ചാൽ ഡയറക്റ്റ് സർഫസുമായിട്ട് നമുക്ക് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയാ പറഞ്ഞേക്കുന്നത്. സ്റ്റാഫുകള് ആ റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴതിന് മുന്നേ ഗ്ലൗസുകൾ ധരിക്കണം. സ്റ്റാഫ് ഷുഡ് വിയർ എ ഗൗൺ during patient contact or contact with the contaminated surface or material. ഇനി സ്റ്റാഫ് എന്ത് ധരിക്കണം എന്നാ പറഞ്ഞേക്കണ? ഗൗൺ. അവരുടെ ഡ്രസ്സിന്റെ മുകളിൽ ഗൗൺസ് ധരിക്കണം. എപ്പോഴ്? ഡ്യൂറിങ് പേഷ്യന്റ് കോണ്ടാക്ട്. നമ്മള് പേഷ്യൻസിനെ കോണ്ടാക്ട് ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് ഈ സ്റ്റാഫുകള് ഗൗൺസ് ധരിക്കണം. നോക്കിയേ, ഓർ അല്ലെങ്കിലോ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് സർഫസ് ഓർ മെറ്റീരിയൽ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസ്, ഉപരിതലങ്ങൾ, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇതുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യില്ലേ? ആ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാഫുകള് ഗൗൺ ധരിക്കണം. ആദ്യത്തെ പറഞ്ഞിട്ട് എന്താ? ഗ്ലൗസ് ധരിക്കണം അല്ലെ? ആ റൂമിലേക്ക്, ആ പേഷ്യന്റ് അടുത്തേക്ക് ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ സ്റ്റാഫുകള് ഗൗൺ ധരിക്കണം, പിന്നെ ഗ്ലൗസ് ധരിക്കണം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഗൗണും ധരിക്കണം. Next point നോക്കിയാൽ before and after contact with the patients wash hands properly. എന്താണ്? before and after contact with the patient wash hands properly. നമ്മള് പേഷ്യൻസിനെ അത് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും അതുപോലെ തന്നെ അതിനുശേഷവും കൈകള് നന്നായിട്ട് കഴുകുക. before and after contact with the patient wash hands
properly. അപ്പൊ നമുക്ക് എന്താ പറയാ, ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും അല്ലെ. പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. Before and after contact with the patient. പേഷ്യൻസിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നോ അതിനുശേഷവും കൈകൾ നന്നായിട്ട് കഴുകുക. Then അടുത്ത നോക്കിയേ, ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ്സ് ഔട്ട്സൈഡ് ദ റൂം. പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് ലിമിറ്റ് ചെയ്യണം, അതായത് പുറത്തേക്ക് പോകാതെ. ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂം. റൂമിന്റെ പുറത്തേക്ക് പേഷ്യൻസിനെ ഒക്കെ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ വെറുതെ ഇറങ്ങി നടക്കാനോ ഒന്നും അനുവദിക്കരുത്. അപ്പൊ അത്രയാണ് കോണ്ടാക്ട് പ്രിക്കോഷൻസിൽ വരുന്നത്. 4 പോയിന്റ്സ് ആ പറഞ്ഞത്. ക്ലിയർ ആയോ നോക്കിയേ. സെപ്പറേറ്റ് റൂം കൊടുക്കണം പേഷ്യൻസിന്. രണ്ടാമത്തെ, സ്റ്റാഫുകള് ഗ്ലൗസ് ധരിക്കണം. പിന്നെ അതുപോലെ സ്റ്റാഫുകള് ഗൗൺ ധരിക്കണം. എന്താ, പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് സർഫസ് ഓർ മെറ്റീരിയലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ധരിക്കണം. Then before and after contact with the patients, wash hands properly. എന്താ, പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നോ അതുപോലെ തന്നെ ശേഷവും കൈകള് നന്നായിട്ട് കഴുകുക. Then അടുത്ത നോക്കിയ, ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ്സ് ഔട്ട്സൈഡ് ദ റൂം. പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് പുറത്തേക്ക് അധികം ഇറക്കാതെ ലിമിറ്റ് ചെയ്യണം, അത് കൺട്രോൾ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഇനി 7ാമത്തെ, ആന്റി മൈക്രോബിയൽ സർഫസ്. ആന്റി മൈക്രോബിയൽ സർഫസ്, അതായത് സർഫസുകള്, ടച്ച് സർഫസുകളൊക്കെ നമ്മള് മൈക്രോബ്സ് ഫ്രീ ആക്കണം, ഫ്രീ ആക്കി വെക്കണം. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും സ്പ്രെഡ് ചെയ്യില്ല അല്ലെ. അപ്പൊ സർഫസുകളോ ഉപരിതലങ്ങളോ അത് പറയുന്നുണ്ട്. ടച്ച് സർഫസസ് നോർമലി ഫൗണ്ട് ഇൻ ദ ഹോസ്പിറ്റൽ റൂംസ് സച്ച് ആസ് ബെഡ് റെയിൽ, കോൾ ബട്ടൺസ്, ടച്ച് പ്ലേറ്റ്സ്, ചെയർസ്, door handles, light switches, grab rails, intravenous pots, dispensers, alcohol gel, paper towel, soap, dressing trolley, and counters and tabletops are known to be contaminated. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞത് നോക്കിയെടുക്കുക. ടച്ച് സർഫസുകളാണ് ഹോസ്പിറ്റലില് നമ്മൾ ടച്ച് ചെയ്യുന്ന സർഫസുകളാണ്. ഇത് ഹോസ്പിറ്റൽ റൂം, ഫൗണ്ട് ഇൻ ദ ഹോസ്പിറ്റൽ റൂം. ഒരു ഹോസ്പിറ്റൽ റൂമിൽ കാണുന്ന ടച്ച് സർഫസുകളാണ് പറയുന്നത്. ഏതൊക്കെയാ? സച്ച് ആർ ബെഡ് റെയിൽ, ബെഡിന്റെ കൈപ്പിടി. റംസീനയ്ക്ക് ഒന്ന് പേജ് നമ്പർ ഒന്ന് ആരെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തേ. 56 സെക്കൻഡ് മൊഡ്യൂളില് 56 പേജ് നമ്പർ 56. അപ്പൊ ഏതൊക്കെയാന്ന് നോക്കിയ, ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ടച്ച് സർഫസസ് എന്ന് പറയുന്നത് സച്ച് ആസ് ബെഡ് റെയിൽ, ബെഡിന്റെ കൈപ്പിടി. ഇതാണ് ബെഡ് റെയിൽസ്, ബെഡിന്റെ കൈപ്പിടികള്. കോൾ ബട്ടൺ, നമ്മള് നേഴ്സിനെയൊക്കെ കോൾ ചെയ്യാനുള്ള കോൾ ബട്ടണില്ലേ, സ്വിച്ചുകള്, അത്. ടച്ച് പ്ലേറ്റ്, പ്ലേറ്റുകള്. ചെയറ്. ഡോർ ഹാൻഡിൽ, ഡോറിന്റെ ഹാൻഡില്. ലൈറ്റ് സ്വിച്ചസ്, ലൈറ്റിന്റെ സ്വിച്ചുകള്. ഗ്രാബ് റെയിൽ, ഗ്രാബ് റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മള് സപ്പോർട്ടിന് വേണ്ടിയിട്ട് പിടിക്കൂലേ, സ്റ്റെബിലിറ്റി കിട്ടാനായിട്ട്. ഇപ്പൊ നേരെ നടക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ നമ്മള് അവർക്ക് സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്നതാണ് കൈപ്പിടി കേട്ടോ. റെയിൽ എന്ന് പറഞ്ഞാൽ കൈപ്പിടി, അതായത് നമുക്ക് ആ പേഷ്യൻസിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ ഗ്രാബ് റെയില്. പിന്നെ ഇൻട്രാവീനസ് പോൾസ്, ഇൻട്രാവീനസ് പോള്, IV പോള്, ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്ന സ്റ്റാൻഡ് ഇല്ലേ, അത് ഇൻട്രാവീനസ് പോൾസ്, ഗ്ലൂക്കോസ് കയറ്റുന്ന സ്റ്റാൻഡ്. ഡിസ്പെൻസേഴ്സ്, ഒഴിവാക്കുന്ന നോക്കിയേ, ആൽക്കഹോൾ ജെല്ല്, പേപ്പർ ടവൽ, സോപ്സ്, ഇതൊക്കെ ഡിസ്പെൻസേഴ്സിൽ വരുന്ന. ഇതെല്ലാനും. പിന്നെ അടുത്ത് നോക്കിയാൽ ഡ്രസ്സിംഗ് ട്രോളി, പിന്നെ കൗണ്ടറുകള്, ടേബിളിന്റെ ടോപ്പ്, ഇതെല്ലാം എന്തിനുള്ള സാധ്യതയുണ്ട്? നോൺ ടു ബി കണ്ടാമിനേറ്റഡ്. ഇതെല്ലാം മൈക്രോബ്സോ എന്തെങ്കിലും എന്താ ഇൻഫെക്ഷനൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മലിനമാകാൻ, കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യതയുള്ള ടച്ച് സർഫസുകളാണ് ഇതെല്ലാം. ഹോസ്പിറ്റൽ റൂമിൽ കാണുന്ന ടച്ച് സർഫസുകൾ ഇതൊക്കെ. ഹെൻസ്
touch surface in the hospital rooms can act as a source or reservoir for the spread of the bacteria from the hands of healthcare workers and visitors to the patient. അപ്പൊ ഈ touch സർഫസുകൾ എന്ന് പറയുന്നത് എന്താണ്? അതൊരു സോഴ്സ് ആണ്, ഇൻഫെക്ഷന്റെ ഒക്കെ ഒരു സോഴ്സ് ആണ്, അല്ലെങ്കിൽ ഓർ റിസർവെയർ സോഴ്സ് ആണ്. അപ്പൊ അവിടെയൊക്കെ എന്തുണ്ടാവാന്നാ പറയണത്? ഇൻഫെക്ഷൻ ഉള്ള മൈക്രോബ്സ് ഒക്കെ ഈ സർഫസുകളിൽ ഉണ്ടാകാം. ഓക്കെ, ഫോർ ദ സ്പ്രെഡ് ഓഫ് ബാക്ടീരിയ ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ടു പേഷ്യന്റ്. അപ്പൊ ഈ ടച്ച് സർഫസുകൾ മൈക്രോബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുന്ന നമുക്ക് ഹെൽത്ത് കെയർ വർക്കേഴ്സിൽ നിന്ന് ആരിലേക്ക്? വിസിറ്റേഴ്സ് പേഷ്യൻസിലേക്ക്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ടു ദ പേഷ്യൻസിലേക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരാം ഈ സർഫസുകൾ. ഇപ്പൊ അവിടെ ഇപ്പൊ നമ്മുടെ കയ്യില് ഡോറിന്റെ നോബ് അവിടെ പിടിച്ചിട്ട് ആ പേഷ്യന്റ് പിടിക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൈക്രോബ്സ് ഉണ്ടെങ്കിൽ അത് പേഷ്യന്റിലേക്ക് വരാം, അല്ലെ? ഇങ്ങനെയുള്ള ടച്ച് സർഫസുകളൊക്കെ എന്താണ്? എപ്പോഴും കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അപ്പോ അവിടെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കണത്? അപ്പൊ ഇങ്ങനെയുള്ള ഈ ടച്ച് സർഫസുകൾ അവിടെ നിന്ന് ഈ ബാക്ടീരിയ ആർക്കടെ? ഹെൽത്ത് കെയർ വർക്കേഴ്സ് വിസിറ്റേഴ്സിൽ നിന്ന് പേഷ്യൻസിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സോ കീപ് ദ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ അതുകൊണ്ട് എന്താക്കണം? നമ്മള് ആ ടച്ച് സർഫസുകൾ എല്ലാവരും എന്താക്കണം? മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം. കാരണം ആന്റി മൈക്രോബിയൽ സർഫസ്, മൈക്രോബ്സ് ഒന്നും ഇല്ലാത്ത സർഫസ് അല്ലെങ്കിൽ അതെല്ലാം നല്ല ക്ലീൻ ആക്കി വെക്കണം. അപ്പൊ ആ ഇതിൽ കൂടെയും നമുക്ക് ഇൻഫെക്ഷൻ വരാം. അതിനകത്ത് ആ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ടച്ച് സർഫസസ് നോർമലി ഫൗണ്ട് ഇൻ ദ ഹോസ്പിറ്റൽ റൂം. ഏതൊക്കെയാ? ബെഡ് റെയിൽ, call button, touch plate, chairs, door handle, light switches, grab rail, intravenous ports, dispensers, dressing trolley, counters and table tops. ഇതെല്ലാം കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഫ്രീ ഓഫ് മൈക്രോ, ഈ ടച്ച് സർഫസുകളെല്ലാം മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം. ക്ലിയർ ആയോ? So keep the surface free of microorganisms. എന്ത് ചെയ്യണം? ആ സർഫസുകൾ മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം. ക്ലിയർ ആയോ? ആന്റിമൈക്രോബിയൽ സർഫസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അതായത് നമുക്ക് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെയൊക്കെ അതൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്യും. ഹോസ്പിറ്റലിൽ നിന്ന് അഫിയർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ആ ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ വേണ്ടിയിട്ട് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ട്. അപ്പൊ ഏരിയയിൽ തന്നെ അറിയാം, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കമ്മിറ്റിയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ കമ്പോണന്റ് ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓഫ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആൻഡ് ഈസ് ലിയബിൾ. ലിയബിൾ എന്ന് വെച്ചാൽ ബാധ്യതയുണ്ട്. Liable for establishing and maintaining infection prevention and control. It is monitoring, reporting, research and education. എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്? The infection component of the patient safety program of the health care facility and is liable for പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട്, പേഷ്യന്റ് സേഫ്റ്റി ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് പേഷ്യൻസിന് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ വരാൻ പാടില്ല, അല്ലെ? ഇൻഫെക്ഷൻ വരാതിരിക്കാൻ പേഷ്യന്റിന്റെ സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം, പേഷ്യന്റിന്റെ സുരക്ഷ ഉറപ്പു വരുത്തിക്കൊണ്ട് ഉണ്ടോ. അപ്പൊ അതിന്റെ പേഷ്യന്റ് സേഫ്റ്റി ആണ് അവര് എന്താ പറയാ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പേഷ്യന്റിന്റെ സുരക്ഷിതത്വം മുൻനിർത്തിക്കൊണ്ട് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും അത് നിരീക്ഷിക്കുന്നതിനും റിപ്പോർട്ടിംഗ്, റിസർച്ച്, എഡ്യൂക്കേഷൻ
തുടങ്ങിയ കാര്യങ്ങള് അതിനെക്കുറിച്ച് എന്താ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, റിസർച്ചുകൾ നടത്തുക, എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ പേഷ്യൻസിന് വേണ്ട എഡ്യൂക്കേഷൻ കാര്യങ്ങൾ കൊടുക്കുക, അവരെയൊക്കെ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക തുടങ്ങിയത് അതിനൊക്കെ ഒരു എന്താ പറയാ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള എസ്റ്റാബ്ലിഷിംഗ് സ്ഥാപിക്കുക, മെയിൻറ്റെയിനിങ് എന്ന് പറഞ്ഞാൽ നിലനിർത്തുക, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ബാധ്യതയുള്ള ഒരു കമ്മിറ്റിയാണ് ഇത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. എന്താ അവരെ ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റിന്റെ സുരക്ഷിതത്വം മുൻനിർത്തിക്കൊണ്ട് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും പിന്നെ അതുപോലെ തന്നെ റിസർച്ച് അത് മോണിറ്റർ ചെയ്യുന്നതിനും അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനും റിസർച്ച് ഗവേഷണങ്ങൾ നടത്തുന്നതിനും പേഷ്യൻസിന് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനും ഒക്കെ ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ബാധ്യതയുള്ള അത് സ്ഥാപിക്കാനും നിലനിർത്താനും ബാധ്യതയുള്ളതാണ് ആര്? ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അത് പേഷ്യന്റിന്റെ സുരക്ഷിതത്വം മുൻനിർത്തിക്കൊണ്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും അത് ഇൻഫെക്ഷനെ അതായത് അവിടുത്തെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും റിസർച്ച് ചെയ്യാനും എഡ്യൂക്കേഷൻ അതുമായിട്ട് ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷൻ പേഷ്യൻസിന് കൊടുക്കാനും ഒക്കെ അതിനു വേണ്ടി സ്ഥാപിക്കുന്നതും അതുപോലെ അത് നിലനിർത്തുന്നതിന് ബാധ്യതയുള്ള ഒരു കമ്മിറ്റിയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി ഇവിടെ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാം, ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവര് ആരെല്ലാമാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവര്, ഉൾപ്പെടുന്നവരാരെല്ലാം? നോക്കിയേ, ആരൊക്കെയാണ് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലുള്ളത്? ചെയർപേഴ്സൺ, ലെഫ്റ്റ് സൈഡിൽ നോക്കാം കേട്ടോ. ചെയർപേഴ്സൺ ഉണ്ട്, മെമ്പർ സെക്രട്ടറി ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, അതിനോട് ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ഫാക്കൽറ്റീസ് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ, അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ, അതിന് പ്രസിദ്ധമായി അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് എന്താ പറയാ റിലേറ്റ് ചെയ്ത് വരുന്ന ആളുകള്, സപ്പോർട്ട് സർവീസുകള്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ, ഇത്രയും പേര് ഉൾപ്പെടുന്നതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ചോദിക്കാട്ടോ അവിടെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ കീഴിൽ വരുന്നവരാരെല്ലാം? ഓക്കെ, who among the following are included in the ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി? അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡഡ് എന്നാണെങ്കിൽ ചോദിക്കാം. അപ്പൊ പേരുകൾ നോക്കി വെക്കാം. ഇനി നോക്കിയേ, ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? ഈ ഹെഡാണ്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡാണ് ചെയർപേഴ്സൺ. അദ്ദേഹം ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ മെമ്പറാണ്. ഉണ്ടോ? ചെയർപേഴ്സൺ ഉണ്ട്, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് ചെയർപേഴ്സൺ. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന ആരായിരിക്കും? സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ്. ഉണ്ടോ? ആ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡാണ്, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. മെമ്പർ സെക്രട്ടറി ആരാണ്? സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ്. ആരാണ് മെമ്പർ സെക്രട്ടറി? സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ് മെമ്പർ സെക്രട്ടറി. കിട്ടിയോ? സീനിയർ മൈക്രോബയോളജിസ്റ്റ്, മെമ്പർ സെക്രട്ടറി. മെമ്പേഴ്സ് ആരൊക്കെയാണ്? റെപ്രസെന്റേഷൻ ഫ്രം ദ മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ. റെപ്രസെന്റ് ചെയ്യുക, മാനേജ്മെന്റിനെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെയോ റെപ്രസെന്റ് ചെയ്യുന്നവരാണ് ആര്? മെമ്പേഴ്സ് എന്ന് പറയുന്നത്. റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റിനെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെയോ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ് ആര്? മെമ്പേഴ്സ് എന്ന് പറയുന്നത്. മെമ്പേഴ്സ്. ഓക്കെ, അടുത്ത നോക്കിയേ, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ആള്.
relevant medical faculties. Then അടുത്തതാണ് സപ്പോർട്ട് സർവീസസ്. ഏതൊക്കെയാണ് അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. സപ്പോർട്ട് സർവീസിൽ വരുന്നത് ഏതൊക്കെ? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ സപ്പോർട്ട് സർവീസസിൽ ഉൾപ്പെടുന്നവര് ആരൊക്കെയാണ്? ഓപ്പറേഷൻ തിയേറ്റർ ഓർ CSSD. CSSD പഠിച്ചല്ലോ, എക്സ്പാൻഡഡ് ഫോം. എന്താണ് CSSD? എന്താണ് CSSDയുടെ എക്സ്പാൻഡഡ് ഫോം? അതാണ് പറയട്ടെ. മെസ്സേജ് ചെയ്യാനുള്ള താമസമാണോ? ഓക്കെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, വെരി ഗുഡ്. CSSD. Then ഹൗസ്കീപ്പിംഗ്. ക്ലീനിങ് ഒക്കെയാണ് കേട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഹൗസ് കീപ്പിംഗ് ഓർ സാനിറ്റേഷൻ, ക്ലീനേഴ്സുമായിട്ട് ഹോസ്പിറ്റലിലെ റൂം ക്ലീനിങ് ഇതൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാ ടേബിള് ക്ലോത്തുകള്, നമുക്ക് ഈ ഡിസ്ചാർജ് ക്ലീനിങ്, ഡെയിലി ക്ലീനിങ്, അടിക്കല്, വാരല്, തുടക്കല്, അങ്ങനെയൊക്കെ ഉള്ള ക്ലീനിങ് ആണ് കേട്ടോ ഹൗസ് കീപ്പിംഗ് സർവീസ് അല്ലെങ്കിൽ സാനിറ്റേഷൻ സർവീസ് എന്ന് പറഞ്ഞ ക്ലീനിങ്. ദെൻ എഞ്ചിനീയറിംഗ്, ദെൻ ഫാർമക്കോളജിസ്റ്റ്, ദെൻ സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്. സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്. ഇതെല്ലാം സപ്പോർട്ട് സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. സപ്പോർട്ട് സർവീസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരെല്ലാം? അടുത്തതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്. ആരുണ്ട് അവിടെ? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ഉണ്ട്. ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്. ഇനി അടുത്ത് നോക്കിയേ, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഉണ്ട്. ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. അപ്പൊ ഇത്രയും പേരുകളാണ് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നത്. സീനിയർ മൈക്രോബയോളജിസ്റ്റ് എന്ന് പറയുന്നത് മെമ്പർ സെക്രട്ടറി ആണ്. അല്ലെങ്കിൽ മെമ്പർ സെക്രട്ടറി ഏത് ഇതുള്ളതാണ്? സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും. അപ്പൊ അത് മൂന്നും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. മെമ്പേഴ്സ് എന്ന് പറയുന്നത് മാനേജ്മെന്റിനെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെയോ റെപ്രസെന്റ് ചെയ്യുന്നവരാണ് മെമ്പേഴ്സ്. ക്ലിയർ ആയില്ലേ? അത് ആ ടേബിളിൽ നിന്ന് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഈ നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നതാവില്ല, അത് നോക്കി വെക്കാം. പിന്നെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണെങ്കിൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ മെമ്പർ സെക്രട്ടറി, സീനിയർ മൈക്രോബയോളജിസ്റ്റ്. പിന്നെ നമ്മൾ ആ സപ്പോർട്ട് സർവീസിൽ വരുന്നത് ഏതെല്ലാം അതുകൂടി നോക്കി വെക്കണം കേട്ടോ. യെസ്. നെക്സ്റ്റ് ഓക്കെ, ഇനി നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ റോളുകൾ എന്താണ് അവർ ചെയ്യുന്നത്? റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോളുകൾ എന്തൊക്കെയാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോളുകള് എന്തൊക്കെ പങ്കാണ് അവര് വഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവര് ചെയ്യുന്നത്? റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. Okay, the infection control program is labeled for infection control program. അതിന് എന്തിനൊക്കെ ലേബിൾ എന്ന് വെച്ചാൽ കടമ അല്ലെങ്കിൽ ബാധ്യത, എന്തിനൊക്കെ ഉള്ള ബാധ്യതയുണ്ട്? Okay, infection control program is labeled for. ഒരു ഹോസ്പിറ്റലില് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം, അതിന് എന്തിനൊക്കെ ഉള്ള ഒരു കടമയുണ്ട് അല്ലെങ്കിൽ ബാധ്യതയുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? To oversee, coordinate all the infection control activities to ensure an effective program. To overseas എന്ന് വെച്ചാൽ എന്താ? മേൽനോട്ടം വഹിക്കുക. Coordinate, ഏകോപിപ്പിക്കുക. All the infection control activities. എന്തിനു വേണ്ടി? To ensure an effective program. ഒരു ഫലപ്രദമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ, എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുക? അതിനെ കോർഡിനേറ്റ് ചെയ്യുക, അതിന് മേൽനോട്ടം വഹിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഒരു നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്.
ആണ് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം to overseas coordinate all the to overseas മേൽനോട്ടം വഹിക്കണം, കോർഡിനേറ്റ് ചെയ്യണം, ഏകോപിപ്പിക്കണം. ക്ലിയർ ആയോ? to oversee coordinate all infection control activities to ensure an effective program. ഒരു ഫലപ്രദമായിട്ടുള്ള പ്രോഗ്രാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുക, അതിന് മേൽനോട്ടം വഹിക്കുക, അതിനെ ഏകോപിപ്പിക്കുക. രണ്ടാമത് നോക്കി, organize an epidemiological monitoring program for nosocomial infection. എന്താണ് എപ്പിഡെമിയോളജി എന്ന് പറയുന്നത്? സാംക്രമിക രോഗശാസ്ത്രം. എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം സംഘടിപ്പിക്കണം. അതായത് നമ്മൾ ഈ രോഗങ്ങളെ കുറിച്ച് അല്ലെ, അപ്പൊ അതിനെ നിരീക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ അതേക്കുറിച്ചൊക്കെയുള്ള പ്രോഗ്രാമുകള് അല്ലെ, അത് ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. എന്തുമായിട്ട് ബന്ധപ്പെട്ട? ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് സാംക്രമിക രോഗശാസ്ത്രങ്ങള് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് രോഗങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ പകരുന്നു, അതിനെ എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം. എപ്പിഡെമിയോളജിക്കൽ എന്ന് പറഞ്ഞാല് സാംക്രമിക രോഗശാസ്ത്രം. എപ്പിഡെമിയോളജി സാംക്രമിക രോഗശാസ്ത്രം. അപ്പൊ ഇങ്ങനെ രോഗങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവാം, ഏതിലൂടെയൊക്കെ പകരാം, എങ്ങനെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാം തുടങ്ങിയൊക്കെ ആയിട്ട് അതെന്തിനാ മുൻനിർത്തിക്കൊണ്ട് വേണം? നോസോകോമിയൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം സംഘടിപ്പിക്കുക. ക്ലിയർ ആയോ? നോസോകോമിയൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് അതിനെ കുറിച്ച് അവർക്കൊരു അവയർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. അല്ലെ? ഇത് നിങ്ങൾക്ക് ആ പോയിന്റ്സുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതിനകത്ത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലയോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളേ. നോക്കി, അതിനകത്ത് എല്ലായിടത്തും ഇൻഫെക്ഷൻ വന്നില്ലേ? ഇപ്പൊ 2 പോയിന്റിലും നമുക്ക് ഇൻഫെക്ഷൻ വന്നു. കണ്ടോ? റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം, ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോളാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഒന്നാമത്തെ നോക്കിയേ, ടു ഓവർസീസ് കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റി. ഓക്കെ, മാറിപ്പോവോ? പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ഓവർസീസ് മേൽനോട്ടം വഹിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. പിന്നെ അടുത്ത് നോക്കിയേ, നോസോകോമിയൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക. അവിടെയും ഇത് ഇൻഫെക്ഷൻ എന്നുള്ളൊരു വേർഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾസിൽ വരുന്നതാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ പോയിന്റ്, പാർട്ടിസിപ്പേറ്റ് വിത്ത് ദ ഫാർമസി to develop a program, supervise the use of anti-infection drug. Anti-infection drugന്റെ യൂസ്, ഉപയോഗം അത് സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരുമായിട്ട്? ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു എന്താ പറയാ, ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക. ഫാർമസിയുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് ഒരു പ്രോഗ്രാംസ് വികസിപ്പിക്കുക. എന്തിനു ബന്ധപ്പെട്ട്? സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ്, ആ ഉപയോഗവുമായി അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഫാർമസിയുമായിട്ട് ചേർന്നിട്ട് എന്താ പറയുക, ഡെവലപ്പ് ചെയ്യുക. ഫാർമസിനെയും കൂടി അതിൽ ഉൾപ്പെടുത്തുക. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ് സൂപ്പർവൈസ് ചെയ്യുന്നതിന്, ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം? ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫാർമസിയുമായിട്ട് ചേർന്നുകൊണ്ട് എന്ത് ചെയ്യണം? ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ് അതിന്റെ ആ ഉപയോഗം അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക. അവിടെയും ഉണ്ട് ഇൻഫെക്ഷൻ ഉള്ളൊരു വേർഡ് അവിടെയും വന്നിട്ടുണ്ട്. അടുത്ത നോക്കിയേ, make sure that the patient care practices are appropriate to the level of patient risk. അടുത്ത നോക്കിയേ, ഈ രോഗി പരിചരണ രീതികള്, പേഷ്യന്റ് കെയർ പ്രാക്ടീസസ്, രോഗി പരിചരണ രീതികള് പേഷ്യൻസിന്റെ അപകട സാധ്യത, ആ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്, അവരുടെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പാക്കുക. എന്താ ഉദ്ദേശിച്ചേക്കണേ?
എന്താ പറഞ്ഞേക്കണേ, ആ പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ഏതുമായിട്ട് രോഗി പരിചരണ രീതികള് പേഷ്യൻസിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് നമ്മളെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളും കാര്യങ്ങളും ഒക്കെ നല്ലൊരു രോഗി പരിചരണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ട്, അതിന് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ എന്ത് വേണം? അങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ, അവയർനെസ് പ്രോഗ്രാംസുകള് നമ്മൾ ഈ പേഷ്യൻസിനും വിസിറ്റേഴ്സിനും എല്ലാവർക്കും കൊടുക്കുമ്പോൾ അതനുസരിച്ച് പേഷ്യൻസിന് ഈ രോഗങ്ങൾ വരുന്ന അപകട സാധ്യത കുറയണ്ടേ? അവയർനെസ് കിട്ടുന്നോറും പേഷ്യൻസ് എന്ത് ചെയ്യണം? അതേക്കുറിച്ച് അവെയർ ആകും. അപ്പൊ അവര് ശ്രദ്ധിക്കും, ഇങ്ങനെ ഇൻഫെക്ഷൻ വരാത്ത അതിനുള്ള എതിരായിട്ടുള്ള കാര്യങ്ങൾ നോക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കും തോറും ആ പേഷ്യന്റിന്റെ ആ റിസ്കിന്റെ ലെവൽ എങ്ങനെയായിരിക്കണം? അപകട സാധ്യത കൂടോ കുറയോ? ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറയണ്ടേ? നമ്മൾ പ്രോഗ്രാംസുകൾ കൊടുക്കുന്നതിന്റെ അനുസരിച്ച് ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന ലെവല് അത് കുറയണ്ടേ? അതാണ്, അതിന് അപ്രോപ്രിയേറ്റ് ആണ്, അനുയോജ്യമാണെന്ന് ഉറപ്പാക്കുക. അതായത് നമ്മൾ കൊടുക്കുന്ന ആ രോഗി പരിചരണ അതാണ് പേഷ്യന്റ് സേഫ്റ്റി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ ഈ രോഗി പരിചരണ രീതികള്, ആ രോഗി പരിചരണ രീതികള് എന്താണ്? നമ്മളെ പേഷ്യൻസിന് റിസ്ക് കുറയ്ക്കണം, അതിന്റെ ലെവലുമായിട്ട് അനുയോജ്യമായിരിക്കണം, സ്യൂട്ടബിൾ അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. കണ്ടോ? അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്. നല്ല നമ്മൾ കെയർ കൊടുത്ത് നല്ല കാര്യങ്ങൾ, അവയർനെസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഈ ഇൻഫെക്ഷൻ വരാനുള്ള ഈ പേഷ്യൻസിന്റെ അപകട സാധ്യത കുറയണം. അല്ലാതെ നമ്മൾ കുറെ പ്രോഗ്രാംസ് കാര്യങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇൻഫെക്ഷൻ വരുന്നത് കൂടി കഴിഞ്ഞ കാര്യമില്ലല്ലോ. നമ്മൾ അങ്ങനെ കൊടുക്കുന്നതിലോ ഒരു പ്രയോജനമില്ല. നമ്മൾ അത്രയും കൊടുക്കുന്നതിന്റെ അനുസരിച്ച് എന്ത് ചെയ്യണം? അവർക്ക് പേഷ്യന്റിന്റെ അപകട സാധ്യത കുറയണം. അടുത്ത നോക്കിയേ, ചെക്ക് ദ എഫിഷ്യൻസി ഓഫ് ദ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ. ചെക്ക് ദ എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? കാര്യക്ഷമത എന്തിന്റെ? ഓഫ് ദ മെത്തേഡ്സ് ഓഫ് ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ. ഡിസിൻഫെക്ഷൻ നടത്തുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡിന്റെ എഫിഷ്യൻസി, കാര്യക്ഷമത ചെക്ക് ചെയ്യണം. Check the efficiency of the method of disinfection and sterilization. Disinfection, sterilization method. അതിന്റെ efficiency, കാര്യക്ഷമത ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? Check the efficiency of the method of disinfection and sterilization. സ്റ്റെറിലൈസേഷൻ, ഡിസിൻഫെക്ഷൻ മെത്തേഡിന്റെ കാര്യക്ഷമത ചെക്ക് ചെയ്യണം. അതായത് പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ഒക്കെ ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാം അല്ലേ? നമ്മളിപ്പോ പറഞ്ഞില്ലേ, സർജറി ചെയ്യാൻ എടുക്കുന്ന എക്യുപ്മെന്റ്സ് പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്തില്ലെങ്കിൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാമല്ലോ, ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വരാം. അപ്പൊ നമ്മള് എന്ത് ചെയ്തോളണം? ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ മെത്തേഡിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുക, കാര്യക്ഷമത ചെക്ക് ചെയ്യുക. And sterilization and efficiency of the system. ആ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയും എന്ത് ചെയ്യുക? മെച്ചപ്പെടുത്തുക. അടുത്ത ആറാമത്തെ നോക്കിയേ, ഡെവലപ്പ് ടു എൻഹാൻസ് ഹോസ്പിറ്റൽ ക്ലീൻനെസ്, taking part in the development and provision of teaching program for the medical, nursing and associated health personnel as well as other categories of staff. Okay, develop to enhance hospital cleanness. ഈ ഹോസ്പിറ്റലിലെ ക്ലീൻനെസ് എന്തിന്റെ ഭാഗമാക്കണം? ഒരു വ്യവസ്ഥയാക്കണം. പ്രൊവിഷൻ ഓഫ് ടീച്ചിങ് പ്രോഗ്രാം, അതായത് മെഡിക്കൽ, നേഴ്സിംഗ്, അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽ, മറ്റുള്ള കാറ്റഗറിയിലുള്ള സ്റ്റാഫുകള്, ഇവിടെ എല്ലാവർക്കിടെയും എന്താ ഒരു ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കണം ഹോസ്പിറ്റൽ ക്ലീൻനെസ്. അപ്പൊ അതായത് അവർക്കിടെ ആ പഠിത്തത്തിന്റെ ഒപ്പം തന്നെ മെഡിക്കൽ സ്റ്റുഡൻസ്, നേഴ്സിംഗ് സ്റ്റുഡൻസ്, ഇവർക്കിടെയൊക്കെ ആ ഒരു എന്താ പറയാ ടീച്ചിങ് പ്രോഗ്രാമില് ഈ ക്ലീൻനെസ്സും ഉൾപ്പെടുത്തണം. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തൊക്കെയാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി അവരെ എന്താ പറയാ അതൊരു പ്രൊവിഷൻ ആക്കണം. അവർക്കിടെ ആ ഒരു ടീച്ചിങ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തണം. അപ്പൊ അവരെല്ലാവരും ഈ ഹോസ്പിറ്റൽ ക്ലീൻനെസ്സിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി
അല്ലെ? അവർക്കൊരു ഒരു ടീച്ചിങ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി അത് ശ്രദ്ധ കൊടുക്കും. അപ്പോ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അങ്ങനെ വരുന്നത് നമുക്ക് കുറെയൊക്കെ തടയാൻ പറ്റൂലേ? എല്ലാ മെഡിക്കൽ നേഴ്സിംഗ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാഫുകൾ എല്ലാവരും ഈ ക്ലീൻനെസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഇമ്പോർട്ടൻസും എല്ലാതിനെ കുറിച്ച് നല്ല അവയർനെസ് ആണെങ്കിൽ, അല്ലെ, നല്ലൊരു ക്ലാസ്സുകളായിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവര് അതേക്കുറിച്ച് നല്ലൊരു ബോധവാന്മാരായിരിക്കും. അപ്പൊ അതനുസരിച്ച് അവരിലൂടെ ഇൻഫെക്ഷൻ മറ്റു പേഷ്യൻസിലേക്ക് വരുന്നത് നമുക്ക് തടയാൻ പറ്റൂലേ? പറ്റോ ഇല്ലയോ? പറ്റൂലേ? അതാണ് അവർക്കുള്ള ടീച്ചിങ് പ്രോഗ്രാമില് ഹോസ്പിറ്റൽ ക്ലീൻനെസ് എടുക്കണം. അതാണ് അവിടെ കേൾക്കുന്നത് കേട്ടോ. വായിച്ചിട്ടാ മെഡിക്കൽ നേഴ്സിംഗ് അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽ മറ്റുള്ള കാറ്റഗറിയിൽ വരുന്ന സ്റ്റാഫുകള് ഇവരുടെ എല്ലാവരുടെയും ടീച്ചിങ് പ്രോഗ്രാമില് എന്തുകൂടി ഉൾപ്പെടുത്തണം? ഹോസ്പിറ്റൽ ക്ലീൻനെസ്സും ഉൾപ്പെടുത്തണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഏഴാമത്തെ പോയിന്റ്, പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഫോർ ദ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്മോളർ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് എന്ത് ചെയ്യണം? ലീഡർഷിപ്പ് നേതൃത്വവും അവരുടെ ഒരു വിദഗ്ധ വിശകലനവും ലീഡർഷിപ്പും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അതായത് ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് എന്താ ഒരു നേതൃത്വം ഇങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ലീഡർഷിപ്പ് അല്ലെങ്കിൽ വിദഗ്ധമായിട്ടുള്ള വിശകലനം ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അത് പോയിന്റ്സുകൾ ബൈഹാർട്ട് ചെയ്യുന്നു വേണ്ട. റോൾ ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം അതിൽ ഇൻക്ലൂഡ് ചെയ്യണതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പോയിന്റ്സുകൾ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. എല്ലാവരും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനും അങ്ങനെയുള്ളതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, 7 പോയിന്റ്സ് ആണ്. ക്ലിയർ അല്ലേ? പെട്ടെന്ന് വായിച്ചു നോക്കിയേ. സെക്കൻഡ് പോയിന്റ് ഒന്നും കൂടി പറയാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. പിന്നെ ഒന്ന് വായിച്ചു നോക്കട്ടാ. സെക്കൻഡ് പോയിന്റ് മാത്രമുള്ളോ? ബാക്കിയൊക്കെ ഓക്കെയാണോ? ഓക്കെ അല്ലേ? സെക്കൻഡ് പോയിന്റ് എന്താന്ന് വെച്ച് ഓക്കെ, ഓർഗനൈസ് ചെയ്യാന്ന്. ഫിഫ്ത് പോയിന്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിയേ, organize an epidemiological monitoring program for nosocomial infection. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. എന്ത് സംഘടിപ്പിക്കണം? എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം. എപ്പിഡെമിയോളജിക്കൽ എന്ന് പറഞ്ഞ എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗശാസ്ത്രം, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം, അല്ലെ, അതിനെ പ്രിവെന്റ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകള്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട്? നോസോകോമിയൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട്. ഈ നോസോകോമിയൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയാണോ? നോസോകോമിയൽ ഇൻഫെക്ഷൻ, അതായത് നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, അതേക്കുറിച്ച് ഈ പേഷ്യൻസിനൊക്കെ, വിസിറ്റേഴ്സിന്, ഇവർക്കൊക്കെ ഒരു അവയർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം സംഘടിപ്പിക്കുക.
അതായത് സാംക്രമിക രോഗം. അപ്പൊ അതിനകത്ത് പറയുമല്ലോ രോഗങ്ങൾ അതേതേക്കൂടെ സ്പ്രെഡ് ചെയ്യാം, അതിനൊക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ആ പ്രോഗ്രാം എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം സംഘടിപ്പിക്കുക. അതാണ് അത് എന്താണ് ഉദ്ദേശം, അത് എന്തിനു വേണ്ടിയാ? നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, അതുമായി ബന്ധപ്പെട്ട് നോസോകോമിയൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാം. അതായത് ഇത്രയുള്ള പേഷ്യൻസിന് വിസിറ്റേഴ്സിനൊക്കെ ഒരു അവയർനെസ് കൊടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. 5th പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? അതായത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത ഓഫ് ദ മെത്തേഡ്സ് ഓഫ് ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ. അതായത് ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അണുനശീകരണം നടത്തുക, സ്റ്റെറിലൈസേഷനും എന്താ സ്റ്റെറിലൈസ് ചെയ്യുക, നമ്മൾ പഠിച്ചല്ലേ സ്റ്റെറിലൈസേഷൻ. അപ്പൊ ഇതിന്റെയൊക്കെ എഫിഷ്യൻസി കാര്യക്ഷമത ചെക്ക് ചെയ്യണമെന്ന്. അതായത് വെറുതെ നമ്മളിപ്പോ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തോ അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ നടത്തിയോ എന്നുള്ളതൊക്കെ ആ ഒരു മെത്തേഡിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റെറിലൈസേഷൻ നടത്തി ആ ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് കറക്റ്റ് ആയിട്ടല്ല അവർ ചെയ്തെങ്കിൽ എന്താ ഇൻഫെക്ഷൻ ഉണ്ടാവാം, ആ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. ആ ഇൻഫെക്ഷൻ നമുക്ക് ഏതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാം, പേഷ്യൻസിന് ഹോസ്പിറ്റലൊക്കെ ഇൻഫെക്ഷൻ വരാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഡിസിൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ മെത്തേഡിന്റെ കാര്യക്ഷമത ചെക്ക് ചെയ്യണം. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ എന്താ പറഞ്ഞത്, എഫിഷ്യൻസി ഓഫ് സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ ആ സ്റ്റെറിലൈസേഷൻ സിസ്റ്റം അതിന്റെ കാര്യക്ഷമതയും ചെക്ക് ചെയ്യണം. ആ സിസ്റ്റത്തിന്റെയും അതുപോലെ ആ മെത്തേഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിന്റെയും കാര്യക്ഷമത ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താണ് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ആണ്. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് അപ്പൊ അതിനകത്ത് കുറച്ച് പോയിന്റ്സും കൊടുത്തിട്ടുണ്ട്, താഴെ കുറച്ച് പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം പോയിന്റ്സ് വാങ്ങിക്കാം. പിന്നെ ആ പോയിന്റ്സ് 9 പോയിന്റ്സ് അതിനെ കൊടുത്തേക്കണം. ആ പോയിന്റ് നോക്കി 9 പോയിന്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ പിക്ചറിൽ 11 അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പോയിന്റിന്റെ കറക്റ്റ് ആയിട്ടല്ല പിക്ചറിന്റെ നമ്പർ കൊടുത്തേക്കണേ. പോയിന്റ്സ് വേറെ പിക്ചർ വേറെ ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ പോയിന്റ്സും വായിക്കുമ്പോൾ ഞാൻ പറയാം, അതിന്റെ ആ പിക്ചർ നിങ്ങൾക്കൊന്ന് ആ പോയിന്റിന്റെ കറക്റ്റ് പിക്ചർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പെൻസിൽ കൊണ്ട് അവിടെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇതിപ്പോ 0, 1, 2, 3, 4 പറഞ്ഞ പിക്ചറിന്റെ ഓർഡർ കാണിച്ചേക്കണേ, ആ പോയിന്റിന്റെ അല്ല. പോയിന്റ് 9 പോയിന്റ് ആയിട്ടാണ് നമുക്ക് പഠിക്കാൻ ഇവിടെ തന്നേക്കണത്. ആ ഓരോ പോയിന്റിന്റെ കറക്റ്റ് പിക്ചർ നിങ്ങൾ ഒന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോ. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ആ പോയിന്റിന്റെ കറക്റ്റ് പിക്ചർ അല്ല അവിടെ കാണിച്ചേക്കുന്നത്, മനസ്സിലായോ? അതായത് പോയിന്റ് വായിക്കുമ്പോൾ ആ ഒന്നാമത്തെ പോയിന്റ് ആണ് പിക്ചർ, ഒന്നാമത്തേലൊന്ന് നിങ്ങൾ പെൻസിലും കൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് ആ പോയിന്റിന്റെ പിക്ചർ കറക്റ്റ് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് പോയിന്റ് 0, 1, 2, 3 അല്ല 1, 2, 3, 9 വരെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിക്ചറിന്റെ നമ്പർ 0 to 9, 11 11 കാണിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നാമത്തെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഫസ്റ്റ് നോക്കിയേ, ഒന്നാമത്തെ എന്താ പോയിന്റ്, അത് നിങ്ങൾക്ക് നമുക്ക് ക്ലാസ്സിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യിക്കാറുണ്ട് സാധാരണ. നമുക്ക് വീഡിയോ ഓൺ ആക്കാൻ താല്പര്യമുള്ളവർ ഓൺ ആക്കിക്കോ, നമുക്ക് ഒരുമിച്ച് ജസ്റ്റ് ഹാൻഡ്സ് ഒന്ന് ചെയ്തോ, പ്രാക്ടിക്കൽ പോലെ. ആരെയും ഞാൻ കാണുന്നില്ലല്ലോ, നിങ്ങളുടെ എല്ലാം വീഡിയോ ഒക്കെ ഓഫാണ്. വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവര് ഓക്കെ. പ്രീതിയാണല്ലോ, പ്രീതി ഫസ്റ്റ് തന്നെ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഓൺ ആക്കുന്നവർക്ക് ഓൺ ആക്കാം. ഓക്കെ, അനുശ്രീ എല്ലാവരും നല്ല മിടുക്കികളായിട്ട് നല്ല സുന്ദരികളൊക്കെ ആണല്ലോ. വീഡിയോ കണ്ടുകൊണ്ട് ആരെയും ഞാൻ കാണാനുള്ള നിങ്ങളുടെ എന്താ പറയാ പേരുകൾ മാത്രമേ ഞാൻ ഈ സ്ക്രീനിൽ കാണുള്ളൂ. ഓക്കെ ഓക്കെ. ഫൻസീന മിക്കവരും ഒക്കെ ഓൺ ആക്കുന്നുണ്ട് കേട്ടാ. അനീത ഓക്കെ. നമുക്ക് ഈ ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ, ഈ ഒരു ചാൻസ്, ഈ ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് ജസ്റ്റ് പ്രാക്ടിക്കൽ പോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാന്നുള്ളതേ. ബാക്കിയെല്ലാം എന്താ പറയാ റേഡിയോ പോലെയല്ലേ, ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുന്നുള്ളൂ. അപ്പൊ അതൊന്നോട് പറയണമെങ്കിലോ ഒരു സംശയം ഉണ്ടെങ്കിലൊക്കെ മാത്രം അതിനെ റിപ്ലൈ അടിക്കണമെന്നുള്ളൂ. അല്ലെങ്കിൽ ഫുള്ള് റേഡിയോ അല്ല, ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അതാണ് ശരിക്കും ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞേക്കണേ. മോളിന്ന് നമുക്ക് അങ്ങനെയാണ്.
നമുക്ക് ഒത്തിരി കുട്ടികൾ, നിങ്ങൾ കുറച്ച് പേരെ ലൈവിൽ ഇരിക്കുന്നുള്ളൂ, റെക്കോർഡ് ക്ലാസ് കാണുന്നവരാണ് ഒത്തിരി കുട്ടികൾ. അപ്പൊ അവർക്ക് ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് മെസ്സേജ് നിങ്ങൾ അയക്കുമ്പോ അതിന് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് നോക്കി 9 പോയിന്റ് ആയിട്ടാണ് നമുക്ക് അവിടെ കൊടുത്തേക്കണേ. എല്ലാവരും ഞാൻ ഉദ്ദേശിച്ചാലേ അല്ല കേട്ടോ, എല്ലാവരും നല്ല സുന്ദരികളായിട്ട്. ഞാൻ അവർക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പോ വെറുതെ ക്ലാസ്സിൽ ഇരിക്കുകയായിരിക്കും, പക്ഷെ ആ ക്ലാസ്സിൽ ഇരിക്കണതിന്റെ കറക്റ്റ് നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അനുശ്രീയൊക്കെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് നല്ല സുന്ദരിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും അതെ കേട്ടോ. ഓക്കെ, റംസീന, റീനു ഒക്കെ അതേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അനിതയൊക്കെ എല്ലാവരും വീട്ടിലായിരിക്കണമെങ്കിലും ക്ലാസ്സിന്റെ ഒരു ഇതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, okay, first the point is the adequate solution, amount of solution to be taken in your hands. അപ്പൊ ഹാൻഡ് വാഷിംഗ് ഇതിന് എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അപ്പൊ ഫസ്റ്റ് ഒക്കെ എന്താണ് adequate amount of solution take in your hands. അപ്പൊ ഹാൻഡ് വാഷ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം, നമുക്ക് ആ ലിക്വിഡ് വേണ്ടി സൊല്യൂഷൻ വേണം. സോപ്പ് സൊല്യൂഷനോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ എടുക്കണം. അത് പിക്ചറിൽ ഒന്നെന്ന് തന്നെ എടുക്കണം. കണ്ടോ, അപ്ലൈ ഇനഫ് സോപ്പ് ടു കവർ ഓൾ ദ ഹാൻഡ് സർഫസ്. പിള്ളേര് ഇരിക്കണമൊന്നും ഇരിക്കണ്ട കേട്ടോ. പിള്ളേരോട് ഇച്ചിരി ലിക്വിഡ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ആ ലിക്വിഡ് മുഴുവൻ തീർത്ത് വലിയ പതിയാക്കിയിരിക്കൂലേ, കൈ കഴുകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. നമ്മൾ സൊല്യൂഷൻ എടുത്ത് വെക്കുമ്പോ അവര് വേഗം അത്രയൊന്നും വേണ്ട, നമ്മുടെ ആവശ്യത്തിന് അതാ പറഞ്ഞേക്കണേ. അപ്ലൈ ഇനഫ് സോപ്പ് ടു കവർ ഓൾ ഹാൻഡ് സർഫസ്. നമ്മുടെ ഹാൻഡ് സർഫസ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുന്ന ആവശ്യത്തിന് സൊല്യൂഷൻ എടുക്കുക. കിട്ടിയ എല്ലാവർക്കും കയ്യിലേക്ക് വന്ന സൊല്യൂഷൻ ഞാനിവിടെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇരിക്കണം, എന്റെ അത്രയും കഴിച്ചു വന്നില്ല, എന്റെ കയ്യിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സൊല്യൂഷൻ ടേക്ക് ഇൻ യുവർ ഹാൻഡ്സ്, കയ്യിൽ എല്ലാവരും എടുത്ത് പിടിച്ചോ. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ, palm to palm with the fingers interlocked. Palm to palm. അത് നിങ്ങളുടെ പിക്ചറില് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ 4ാണ് കേട്ടോ കാണിച്ചേക്കുന്നത് കേട്ടോ. palm to palm with the fingers interlaced. Interlaced എന്ന് പറഞ്ഞാൽ interlocked എന്ന് തന്നെയാണ് മീനിങ്. അതായത് 4 പിക്ചർ കണ്ടോ, പിക്ചറിൽ 4 കണ്ടില്ലേ, അത് പോയിന്റില് രണ്ടാമത്തെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് 2 നമ്പർ എടുത്ത് വെച്ചോ. അപ്പൊ നമ്മൾ ആ വായിക്കുന്നതിന്റെ ഓർഡർ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് രണ്ടാമത്തെ. അതെന്താ ചെയ്തേക്കണേ, പാം ടു പാം, പാംസ് തമ്മില് കണ്ടോ ഇങ്ങനെ കൈകൾ. ഇതൊക്കെ നമ്മൾ കൊറോണയൊക്കെ വന്നപ്പോ കുറെ ഹാൻഡ് വാഷ് ചെയ്താണല്ലേ. റംസീന അവിടെ ഇരുന്ന് ചെയ്യണ്ട കേട്ടോ, നല്ല പിടിക്കായിട്ട് നോക്കിയേ. പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്. ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ 2 കൈയിലെ ഫിംഗേഴ്സ് തമ്മിൽ പിണയുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ റബ്ബ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ചെയ്തോ, റബ്ബ് palm to palm with the fingers interlocked. ഓക്കെ, ഇന്റർലോക്ക് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ഫിംഗേഴ്സ് തമ്മിൽ റബ്ബ് ചെയ്യണം. ഓക്കെ, കിട്ടിയേ രണ്ടാമത്തെ. അത് 4 പിക്ചറിൽ 4 എന്നുള്ള 2 എന്ന് എഴുതി വെച്ചോ നിങ്ങൾ നമ്മുടെ പോയിന്റില് രണ്ടാമത്തെ. ഇനി നമ്മുടെ ഏതാണ് HA5-ലോ 6-ലോ അങ്ങോട്ട് ഒരു ക്ലാസ്സിൽ ഇതുപോലെ നമുക്ക് ഇതൊരു രസമല്ലേ, നമ്മളെപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുമ്പോ ഒരു ഇതായിക്കോട്ടെ എന്ന് കരുതി ഞാൻ ചെയ്യിക്കുന്ന കേട്ടോ. അപ്പൊ വേഗം തന്നെ ഞാൻ എടുക്കാൻ പറഞ്ഞിട്ട് ഒരാള് 1 മിനിറ്റ് വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ വെള്ളമൊക്കെ എടുത്തോണ്ട് വെച്ചേക്കാം. അപ്പൊ ഞാൻ അയ്യോ വേണ്ട, വെറുതെ ജസ്റ്റ് ചെയ്താൽ മതിട്ടോ, വെള്ളം എടുക്കണ്ട. ആള് പോയി വെള്ളം എടുത്തോളുന്ന മിസ്സേ ഞാൻ റെഡിയായി, വെള്ളം എടുത്തോളുന്ന സോപ്പൊക്കെ എടുത്തോണ്ടെന്ന് ആളെ ഓൾറെഡി ചെയ്തു. വെള്ളമൊക്കെ കയ്യിൽ വെച്ചാൽ വേണ്ട പറയാൻ കയ്യൊന്നും അങ്ങനെ സോപ്പിട്ടൊന്നും കഴിവേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ വെള്ളമൊന്നും എടുക്കണ്ട കേട്ടോ, വെറുതെ കൈ കൊണ്ടൊന്ന് കാണിച്ചാൽ മതി. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്, palm to palm with the fingers interlocked. ഈ ഫിംഗേഴ്സ് തമ്മിൽ പിണയുന്ന രീതിയിൽ നമ്മൾ റബ്ബ് ചെയ്യുക. രണ്ടാമത്തെ കണ്ടത് ഇങ്ങനെ റബ്ബ് ചെയ്യുക. ഇനി മൂന്നാമത്തെ നോക്കിയേ, rub back of fingers to opposite palm with the interlaced. rub back of fingers, അത് 5ാമത്തെ ആണ് കേട്ടോ. 3 നമ്പർ കിട്ടും പിക്ചറിൽ, 5ാമത്തെ 3 കണ്ടോ. ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് പാം, അതായത് നമ്മള് ഫിംഗേഴ്സ് കണ്ടോ ഇതെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അതുപോലെ തന്നെ തിരിച്ചും കണ്ടോ 2 ഇതായിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെ ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് ആയിട്ട് വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്. കണ്ടോ തമ്മിൽ ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ, അതുപോലെ തന്നെ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അത് എത്രാമത്തെ, 3ാമത്തെ ആട്ടോ, പോയിന്റിൽ 3ാമത്തെ. ഇനി 4ാമത്തെ നോക്കിയേ, 4ാമത്തെ പോയിന്റ്, rotational rubbing of right thumb gripped
with the left thumb and vice versa. അതുപോലെ തന്നെ അതായത് നിങ്ങളുടെ ആറാമത്തെയാണ് കേട്ടോ, പിക്ചറിൽ 6 എന്നുള്ളത് 4 ഇരിക്കും. നാലാമത്തെ റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് ലെഫ്റ്റ് തമ്പ്. കണ്ട ഇങ്ങനെ ചെയ്തേക്കണം, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യൂലേ കേട്ടോ. ഈ തമ്പാണ് നമ്മൾ പറഞ്ഞത്, ലെഫ്റ്റ് തമ്പ് ക്ലാസ്ഡ് ഇൻ റൈറ്റ് ഹാൻഡ്. അതുപോലെ തന്നെ ഇതും ഇതുപോലെ വൈസ് വേഴ്സ തിരിച്ച് ചെയ്യുക. റൊട്ടേഷണൽ റൊട്ടേറ്റ് ചെയ്യുക, കണ്ടോ നിങ്ങളെ കഴുകുക കണ്ടിങ്ങനെ. റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് ലെഫ്റ്റ് തമ്പ് ക്ലാസ്ഡ് വിത്ത് റൈറ്റ് ഹാൻഡ്. വലത് കൈയിലേക്ക് വെച്ചിട്ട്, വലത് കൈയാണെങ്കിൽ ഇടത് കൈയുടെ ഇത് എടുത്തിട്ട് തിരിച്ചും ഇങ്ങനെ ചെയ്യുക. അത് നിങ്ങൾ ആ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും എന്താ ചെയ്യണ്ടേന്നുള്ളത്. അതാണ് ഞാൻ ആ പോയിന്റ് പറഞ്ഞത്. അത് നാലാമത്തെ കേട്ടോ, 6 എന്നുള്ളത് 4. അടുത്ത നോക്കിയേ, അഞ്ചാമത്തെ പോയിന്റ് നോക്കിയേ, റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് ക്ലാസ്ഡ് ഫിംഗേഴ്സ് ഓഫ് ദ റൈറ്റ് ഹാൻഡ് ഇൻ ദ ലെഫ്റ്റ് പാം ആൻഡ് കോൺട്രറി വൈസ്. ഇതുപോലെ തന്നെ അടുത്ത് നോക്കിയേ, അവിടെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിയ അഞ്ചാമത്തെ നോക്കിയേ, 5 എന്നുള്ളത് 7ാമത്തെ പിക്ചർ കണ്ടോ. റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് കണ്ടോ, 7 എന്നുള്ളത് 5ാമത്തെ പോയിന്റില് 5ാമത്തെ. എങ്ങനെയാ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ, കൈ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഈ ഇതും കൊണ്ട് കാണുന്നു. അതുപോലെ ഈ പറയും റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് ക്ലാസ്ഡ് ഫിംഗേഴ്സ് ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ കൈ കഴുകുന്നില്ലേ. കൊറോണയുടെ ഒക്കെ ഹാൻഡ് വാഷിംഗ് ഒക്കെ വന്നപ്പോ ഇങ്ങനെയൊക്കെ കഴിയില്ലേ. അവിടെ ഹെൽത്ത് ഇതിനകത്തൊക്കെ ഉള്ളവർക്ക് അറിയാം, അവർക്ക് പ്രത്യേക ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഹാൻഡ് വാഷിങ്ങിന്റെ അല്ലെ, ഹെൽത്ത് ഇതിനകത്തൊക്കെ ഉള്ളവർക്ക്. അപ്പൊ അതുപോലെ കൈ വെക്കുക, ഫിംഗേഴ്സ് ക്ലോസ് ചെയ്ത് പിടിക്കുക, ബാക്ക്വേർഡ് ഫോർവേഡ്. ഇപ്പുറം കയ്യിലും ഇതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ, കൈയുടെ എവിടെയാണ് കേട്ടോ അത്, കൈ ഇങ്ങനെ നേരെ കൈപ്പത്തി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ട, ഇങ്ങനെ ഇങ്ങനെ ആ പിക്ചറിൽ കണ്ട അതുപോലെ തന്നെ. അതെ, അടുത്ത് നോക്കിയേ, ഇനി അടുത്ത നോക്കിയേ, റൊട്ടേഷണലി. ഇപ്പൊ 5 കഴിഞ്ഞു. ഇനി അടുത്ത 6ാമത്തെ നോക്കിയേ, 2 കൈത്തണ്ടയും റൊട്ടേഷണലി, 2 കൈത്തണ്ടയും നമ്മള് ഇതുപോലെ തന്നെ കഴുകണം. അതിന്റെ ഈ പിക്ചർ ഇവിടെ കാണിച്ചിട്ടില്ല കേട്ടോ. 5 6ാമത്തെ 2 കൈത്തണ്ടയും ഇതുപോലെ തന്നെ ഇങ്ങനെ കഴുകണം. ഓക്കെ, റിസ്റ്റ് എന്ന് പറഞ്ഞ കൈത്തണ്ട, WRISTS, both the wrist rotationally. അടുത്ത നോക്കിയേ, നെക്സ്റ്റ് 7ാമത്തെ nails by using a soft brush. അടുത്ത എന്താ, ഇനി നഖങ്ങള് നെയിൽസിന്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ്, വയർ ബ്രഷ് ഒന്നും എടുത്തോണ്ടരുത് കേട്ടോ. സോഫ്റ്റ് ബ്രഷ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ആ നെയിൽസ് നഖങ്ങളൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്യണം. നിങ്ങൾ ചെയ്യാറുണ്ടല്ലോ അല്ലെ, ക്യൂടെക്സ് ഒക്കെ ഇടുന്നേക്കായി മുന്നൊക്കെ അല്ലെ, നെയിൽ പോളിഷ് ഇടുന്നേക്കായി മുമ്പ് നഖമൊക്കെ നല്ല ബ്രഷ് ഒക്കെ ഉപയോഗിച്ച് നല്ല നീറ്റ് ആക്കി ഷേപ്പ് ആക്കിയിട്ടൊക്കെ അല്ലെ നെയിൽ പോളിഷ് ഇടുന്നേ. nails by using a soft brush. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നെയിൽസ് നന്നായിട്ട് റബ്ബ് ചെയ്യുക. അടുത്ത് നോക്കിയേ, വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. ഇനി എന്ത് ചെയ്യണം, കൈകള് അപ്പൊ ഇത്രയും നേരം നമ്മൾ പല രീതിയിലൊക്കെ നമ്മൾ റബ്ബ് ചെയ്തോണ്ടിരിക്കുകയല്ലോ അല്ലെ. എന്നിട്ട് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി, കൈകള് നന്നായിട്ട് കഴുകണം. അടുത്ത് നോക്കിയേ, ഇനി കൈ കഴുകിയതിന് ശേഷം എന്താ പറഞ്ഞേക്കണേ, ക്ലോസ് water taps with the elbow and dry hands thoroughly. എന്താ പറഞ്ഞേക്കുന്നതൊക്കെ, ഇനിയിപ്പോ ഇത്രയും ഭംഗിയിൽ നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് ഇനി കൈ വെച്ചിട്ട് പിന്നെ ടാപ്പ് അടയ്ക്കാൻ പറ്റുമോ? അപ്പൊ ആ ടാപ്പിന് വല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കൈ കഴുകിയിട്ട് കാര്യമില്ല. 7th പോയിന്റ് പിക്ചർ ഇല്ല, ബ്രഷ് ഉപയോഗിച്ച് കഴുകണേന്റെ ഒന്നുമില്ല. അത്രയാണ് പിക്ചർ. നിങ്ങൾക്ക് ശരിക്കും 5ാമത്തെ പിക്ചർ വരെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ആ പോയിന്റില് 5 എണ്ണം, അതാണ് പിക്ചറിൽ 5 പിക്ചറാണ് കാണിച്ചേക്കുന്നത്. പിന്നെ അത് കൂടാതെ എക്സ്ട്രാ കുറച്ചുണ്ട്, അത് പിക്ചർ പെട്ടെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കണേ, ലാസ്റ്റ് പോയിന്റ് ക്ലോസ് വാട്ടർ ടാപ്സ് വിത്ത് എൽബോ. ഇനി ഇത്രയും നല്ല ഭംഗിയായിട്ട് കൈയ്യടി വീണ്ടും കൈ പിടിച്ച് ടാപ്പ് ഓഫ് ചെയ്ത് എന്ത് എൽബോ, കൈയുടെ മുട്ട് വെച്ചിട്ട് പതുക്കെ ടാപ്പ് ഒന്ന് അടയ്ക്കുക. ഡ്രൈ ഹാൻഡ്സ് thoroughly, കൈകള് നന്നായിട്ട് തുടയ്ക്കുക, ഉണക്കുക, ടവൽ ഉപയോഗിച്ച് തുടയ്ക്കുക എന്നുള്ളത്. അപ്പൊ അത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഹാൻഡ്സ് ഫ്രീ ആയി. നിങ്ങളുടെ ആ പിക്ചറും ആ പോയിന്റ്സ് ഒന്നുകൂടി നോക്കിയേ.
ഒന്നാമത്തെ പിക്ചർ പോയിന്റ് അത് തന്നെ, പിക്ചർ ഒന്ന് തന്നെ. ഇനി രണ്ടാമത്തെ പോയിന്റ് പിക്ചർ രണ്ടാമത്തെ, സോറി നാലാമത്തെ പിക്ചർ ആണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ പിക്ചർ മൂന്നാമത്തെ പോയിന്റ്, 3, 5 എന്നുള്ളടത്ത് 3. ആറാമത്തെ പിക്ചർ 4, ഏഴാമത്തെ പിക്ചർ 5. 5 പോയിന്റില് 5 പിക്ചർ ആണ് നമ്മൾ നോക്കിയത്. അത് കിട്ടിയോ? ക്ലിയർ ആയോ? ഒന്നാമത്തെ പിക്ചർ അത് തന്നെ, നാലാമത്തെ 2, അഞ്ചാമത്തെ 3, ആറാമത്തെ 4, ഏഴാമത്തെ 5. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, പിക്ചർ പെട്ടെന്ന് നോക്കിയേ. വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ, കൈ നനയ്ക്കണം. കണ്ടോ? വെള്ളം ഒഴിച്ച് കൈ നനയ്ക്കണം. അപ്ലൈ ഇനഫ് സോപ്പ് ടു കവർ ഓൾ ദ ഹാൻഡ് സർഫസ്. നമ്മൾ പറഞ്ഞത് തന്നെ, എല്ലാ ഹാൻഡ് സർഫസും കവർ ചെയ്യുന്ന രീതിയിൽ ആവശ്യത്തിന് സോപ്പ് എടുക്കുക. റബ് ഹാൻഡ്സ് പാം ടു പാം റബ് ചെയ്യുക. പിന്നെ പാം ടു പാം റബ് ചെയ്യുക. Right palm over the left dorsum with the interspaced fingers and vice versa. കണ്ടോ? ഇത് നമ്മൾ പോയിന്റ് പറഞ്ഞിട്ടില്ല, അല്ലാത്ത സ്റ്റെപ്പാണ് ഈ കൊടുത്തേക്കുന്നത്. കണ്ടോ എങ്ങനെയാ? ഇങ്ങനെ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ. അപ്പൊ അത് നോക്കി നിങ്ങൾക്ക് അറിയാം. കണ്ടോ? റൈറ്റ് പാം ഓവർ ദ ലെഫ്റ്റ് ഡോസത്തിന്റെ മുകളിൽ റൈറ്റ് പാം വെച്ചിട്ട് ഇങ്ങനെ, അതുപോലെ തിരിച്ചു ഇങ്ങനെ വെച്ച് കഴുകുക. Palm to palm with the fingers interlaced. Fingers ഇന്ന രീതിയിൽ palm to palm ചെയ്യുക. Back of fingers അടുത്തത് opposing palm with the fingers interlocked. ഇങ്ങനെ തിരിച്ചിങ്ങനെ ചെയ്യുക. പിന്നെ അടുത്തത് ആറാമത്തെ rotational rubbing of left thumb clasped with the right palm and vice versa. ഇങ്ങനെ ചെയ്യുക. പിന്നെ അടുത്ത rotational rubbing, ഇങ്ങനെ rotational rubbing backward and forward with the clasped fingers of right hand in the left palm and vice versa. അതുപോലെ തിരിച്ചും ചെയ്യുക. പിന്നെ rinse hands with water, വെള്ളം ഒഴിച്ചിട്ട് കഴുകുക. ഡ്രൈ thoroughly with a single, ഒരു കർച്ചീഫ് ടവൽ ഉപയോഗിച്ചിട്ട് കൈ നന്നായിട്ട് തുടയ്ക്കുക. യൂസ് ടവൽ, ഇവിടെ പറഞ്ഞേക്കുന്നത് യൂസ് ടവൽ ടു ടേൺ ഓഫ് ഫോക്കറ്റ്. ഫോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാപ്പ് ഓഫ് ചെയ്യാൻ ടവൽ ഉപയോഗിക്കണം. ടാപ്പ് ഓഫ് ചെയ്യാൻ, ടേൺ ഓഫ് ഫോസറ്റ് എന്ന് പറഞ്ഞ ടാപ്പ് ഓഫ് ചെയ്യാൻ അവിടെ ടവൽ ഉപയോഗിക്കണം. നേരെ ഇനി കൈ കൊണ്ട് പിടിക്കാൻ പാടില്ല. നമ്മൾ പോളിസി പറഞ്ഞത് ഏതാണ്? ഈ നമ്മുടെ എന്താ എൽബോ ഉപയോഗിച്ച് ടാപ്പ് ഓഫ് ചെയ്യണം എന്നാ പറഞ്ഞത്. ഇവിടെ ടവൽ കൊണ്ട് ടാപ്പ് അടയ്ക്കുക. ആൻഡ് യുവർ ഹാൻഡ്സ് ആർ സേഫ്. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? നമ്മുടെ കൈകൾ സേഫ് ആയി. ഇത്രയും പോളിസി. ഇന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ജസ്റ്റ് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് പിക്ചറും പോയിന്റ്സും തന്നിട്ടുണ്ടെന്നുള്ളൂ. ഇത്രയാണ് നമ്മുടെ ആ ഒരു ചാപ്റ്റർ. നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. അതൊക്കെ ഇത് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് എടുക്കാനുള്ളത് ലേബർ റൂം ആണ് കേട്ടോ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇനിയിപ്പോ 2 മിനിറ്റ് അല്ലേ ഉള്ളൂ. ലേബർ റൂം. ലേബർ റൂമിലൊക്കെ കയറി എക്സ്പീരിയൻസ് ഉള്ളവരില്ലേ? അമ്മമാരൊക്കെ ഇല്ലേ? എങ്ങനെ ഉണ്ടായിരുന്ന അനുഭവം? നല്ല പെയിൻഫുൾ ആയിരുന്നല്ലേ ഡെലിവറി? എന്നാലും ഡെലിവറി ചെയ്ത് കഴിഞ്ഞ കുഞ്ഞാവേനെയൊക്കെ കയ്യിലേക്ക് കിട്ടുമ്പോഴൊക്കെ നല്ല സന്തോഷാണല്ലേ? അല്ലെ? ആ വേദന അപ്പത്തോടു കൂടി ഹൊറിബിൾ. ഇവിടെയൊക്കെ ഹൊറിബിളായിരുന്നു. അത് അതെ അല്ലെ? അതൊരു പ്രത്യേക ഹാപ്പി മൂഡ്. നിമിഷ ഹാപ്പി മൂഡായിരുന്നു. ചിലർക്ക് അത് കുഴപ്പമില്ല. എന്നാലും എല്ലാവർക്കും ഈ പറഞ്ഞ വേദന, എല്ലാവർക്കും പെയിൻ അടിപൊളിയായിരുന്നു. മെസ്സേജുകൾ ഇങ്ങനെ തന്നെയുണ്ടോ? നല്ല അടിപൊളിയായിരുന്നു. നല്ല കുറച്ച് സമയത്തേക്കല്ലേ ഉള്ളൂ. എന്തായാലും നമ്മൾ പറയില്ലേ, ഡെലിവറി ടൈമില് നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ നല്ല പെയിൻഫുൾ ആയിരിക്കും ആ ഒരു സമയത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞാല് ഓപ്പറേഷൻ തിയേറ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാ. അത് വേറെ ചാപ്റ്റർ ആയിട്ട് പഠിക്കേണ്ട. അതെന്ന് പറഞ്ഞാൽ സർജറി എന്ന് പറഞ്ഞാൽ സർജറി ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾക്ക് അനസ്തേഷ്യൊക്കെ നൽകി നമുക്ക് വേദനയൊന്നും ഇല്ലാത്ത രീതിയിൽ സർജറി ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ? പിന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഒന്നാണെങ്കിൽ അത് ഓക്കെ ആവുന്നവരേക്ക് നല്ല വേദനയാണ്. ഇത് ഡെലിവറിയുടെ സമയത്ത് ബേബിയെ കാണുമ്പോ വേദന ഉറങ്ങും. ശരി. ഓക്കെ, ബേബീനെ കാണുമ്പോ അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ ഇച്ചിരി വേദനയൊക്കെ കഴിഞ്ഞ് നമുക്ക് കൊച്ചിന്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ വേദനയൊക്കെ മാറും അല്ലെ? കുറച്ച് സമയത്ത് എന്തായാലും നമുക്കത് ആ വേദന തിന്നണം എന്തായാലും. ഓക്കെ, അടുത്ത നമുക്ക് ലേബർ റൂം ആണ്. നല്ല ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. അതിനകത്ത് അത് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് തുടങ്ങാം. ഓക്കെ, ബാക്കി ഈ ചാപ്റ്റർ ഒക്കെ ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു.